നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമായവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കുമായി സുദർശന യന്ത്രം, ധനത്തിനും സമൃദ്ധിക്കുമായി ധനലക്ഷ്മി യന്ത്രം, വശ്യത്തിനായി ബാണേശി, അതുപോലെ തന്നെ ഗ്രഹസ്ഥാനങ്ങളുടെ ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം, കുജരാഹുകേതു ദോഷങ്ങൾക്കായുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു നൽകുന്നു. യന്ത്രങ്ങൾ ആവശ്യമായുള്ളവർ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര പാർവതിയമ്മേ ഭഗവതിയെ നമോ നമഃ. ഓം സുബ്രഹ്മണ്യസ്വാമിയെ നമോ നമഃ. അയ്യപ്പസ്വാമിയെ നമോ നമഃ. ഓം കാളിയേ ഭദ്രകാളിയെ നമോ നമഃ. ഓം ദുർഗായേ നമോ നമഃ. ഓം കാവദേവങ്ങളെ നമോ നമഃ. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ഓഗസ്റ്റ് മാസത്തിൽ വന്നു ചേരുന്ന സൂര്യൻ്റെ ചിങ്ങരാശി സംക്രമണത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് സൂര്യൻ ചിങ്ങരാശിയിലേക്ക് പലപ്പോഴും സംക്രമിക്കാറുണ്ട്. എങ്കിലും പൂർണ്ണമായ വലിയ ഭാഗ്യമുണ്ടാകുന്നത് ഏകദേശം പറഞ്ഞാൽ 65 വർഷങ്ങൾക്ക് ശേഷമാണ് സൂര്യൻ ഇത്രയധികം ഭാഗ്യം നൽകുന്ന വർഷമാക്കി മാറ്റുന്നത്. സൂര്യൻ്റെ ചിങ്ങരാശി സംക്രമണം വലിയ ഭാഗ്യമായി മാറുന്നത്. ജ്യോതിഷത്തിൽ സൂര്യൻ്റെ ഏറ്റവും പ്രബലമായിരിക്കുന്ന അവസ്ഥയാണ് സ്വന്തം രാശിയായ ചിങ്ങത്തിൽ എത്തിച്ചേരുക എന്നുള്ളത്. കർക്കിടക മാസത്തിലെ തടസ്സങ്ങളും മാന്ദ്യങ്ങളുമെല്ലാം മാറി 1202 ആണ്ട് ചിങ്ങമാസം ആരംഭിക്കുന്നതോടെ പ്രകൃതിയിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ഒരുപാട് ഭാഗ്യദായകമായ മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ചില നക്ഷത്രങ്ങൾ സൂര്യൻ്റെ ഈ ചിങ്ങരാശിയിലേക്കുള്ള സംക്രമണം വലിയ ഭാഗ്യ അനുഗ്രഹമാക്കി മാറുന്നതിന് കാരണമാകുന്നു. ചില നക്ഷത്ര ജാതരിലേക്ക് ഇതൊരു വലിയ ഭാഗ്യമായി തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് വളരെ ഭാഗ്യദായകവും വളരെ അനുഗ്രഹദായകവുമാണ്. സൂര്യൻ സ്വക്ഷേത്രത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിൻ്റെ കൂടുതലുണ്ടാവുക, ഭാഗ്യത്തിന് ധാരാളം അവസ്ഥകൾ സമ്മാനിക്കുക, ഭരണപരമായ വിജയമുണ്ടാവുക. സൂര്യൻ എന്ന് പറയുന്നത് ഗ്രഹരാജാവാണ്. വളരെ ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ സ്വന്തം രാശിയായിരിക്കുന്ന ചിങ്ങത്തിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഒഫീഷ്യൽ വിജയങ്ങൾ, അതൊക്കെ ചില നക്ഷത്ര ജാതരിൽ അനുഗ്രഹമഴയായി തന്നെ വന്നു ചേരുകയാണ്. സൂര്യൻ്റെ ഈ രാശിമാറ്റം വഴി ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വലിയ ഭാഗ്യങ്ങളും വലിയ വലിയ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന സമയമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ ഭാഗ്യവും അനുഗ്രഹവും ഒക്കെ ലഭിക്കുന്ന നക്ഷത്രജാതർ അല്ലെങ്കിൽ ആ ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് മകമാണ്. സൂര്യൻ ലഗ്നത്തിൽ, അതായത് സ്വന്തം രാശിയിൽ പ്രവേശിക്കുന്നതാകയാൽ മകം നക്ഷത്രക്കാർക്ക് വ്യക്തിപരവും സ്വതന്ത്രവുമായിരിക്കുന്ന തലത്തിൽ ജീവിതത്തിൽ ഏറെ സന്തോഷം നേടിയെടുക്കുവാനാകും എന്നുള്ളതാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിത്വപരമായിരിക്കുന്ന വളർച്ച, വ്യക്തിത്വ വികാസം, അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ
സമൂഹത്തിലേറെ അംഗീകരിക്കുന്ന നിലവാരത്തിലെത്തിച്ചേരും. സമൂഹത്തിൽ മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ എന്ന് വേണ്ട, വളരെ വലിയ ഭാഗ്യദായകമായിരിക്കുന്ന ബഹുമാനത്തിന് അർഹമാകുന്ന തരത്തിൽ മകം നക്ഷത്രക്കാർക്ക് വരുന്ന 90 ദിവസങ്ങൾ അനുഗ്രഹം നൽകുമെന്നുള്ളതാണ്. തൊഴിൽ രംഗത്തും സാമൂഹിക നേതൃത്വ രംഗത്തും മകം നക്ഷത്രക്കാർക്ക് വലിയ പദവികൾ വന്നു ചേരും. ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കുവാൻ മകം നക്ഷത്രക്കാർക്ക് കഴിയും. പൂർത്തീകരിക്കുന്നത് വഴി പ്രശംസ പിടിച്ചുപറ്റുന്നതിനും ഭാഗ്യദായകമായ അന്തരീക്ഷം ഒരുങ്ങും. തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും ദൃഢമായി തന്നെ ആ തീരുമാനം പ്രവർത്തിച്ച് ഫലിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ തീരുമാനം പൂർത്തീകരിക്കുന്നതിനും തീർച്ചയായിട്ടും മകം നക്ഷത്ര ജാതർക്ക് കഴിയുമെന്നുള്ളതാണ്. സൂര്യൻ്റേതായിരിക്കുന്ന ചിങ്ങം രാശി പ്രവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ മകം നക്ഷത്രക്കാർക്ക് വന്നു ചേരും. മകം സാധാരണയിൽ ചിങ്ങം രാശി നക്ഷത്രം കൂടിയാണല്ലോ. ആയതുകൊണ്ട് തന്നെ ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ മകം നക്ഷത്രക്കാരിലുണ്ടാകും. പരീക്ഷകൾ പാസ്സാവുക, തൊഴിൽ ലഭിക്കുക, വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നേറ്റമുണ്ടാവുക, കാർഷിക മേഖലകളിൽ വിജയമുണ്ടാവുക, തൊടുന്നതെന്തും ഭാഗ്യദായകമായ അനുഭവമായി മകം നക്ഷത്രക്കാർക്ക് വന്നു ചേരും. അടുത്തത് പൂരം നക്ഷത്രമാണ്. സൂര്യൻ്റെ ചിങ്ങം രാശി സംക്രമണത്തിൽ ദീർഘകാലമായി മനസ്സിൽ കരുതിയിരുന്ന പദ്ധതികൾ വിജയിപ്പിക്കുവാൻ പൂരം നക്ഷത്രക്കാർക്ക് കഴിയും. ഏറ്റെടുത്ത പദ്ധതികൾ ഒക്കെ വിജയിപ്പിക്കുവാൻ കഴിയുന്ന ഭാഗ്യദായകമായ അനുഭവമാണ് സൂര്യൻ്റെ ചിങ്ങം രാശിയിലൂടെ പൂരം നക്ഷത്രക്കാരിലേക്ക് വന്നു നിറയാൻ പോകുന്നത്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ കഴിയും. പുതിയ വീട്, പുതിയ വാഹനം, സ്വർണ്ണാഭരണങ്ങൾ, പുതിയ വസ്തുവകകൾ വാങ്ങുക, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കുക തുടങ്ങിയവയെല്ലാം സൂര്യൻ്റെ ചിങ്ങം രാശി സംക്രമണത്തിലൂടെ വന്നു ചേരുന്ന ഭാഗ്യമാണ്. പൂരം നക്ഷത്രക്കാർക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. വരുന്ന 90 ദിവസങ്ങൾ 2026 ഓഗസ്റ്റ് അവസാനത്തെ ആഴ്ച മുതൽ വരുന്ന 90 ദിവസങ്ങളെന്ന് പറയുന്നത് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൽ നിന്ന് ഭാഗ്യത്തിലേക്ക് പോകുന്ന വഴിയാണ് തുറക്കാൻ പോകുന്നത്. പുതിയ സംരംഭങ്ങൾ, വ്യാപാര അഭിവൃദ്ധി, ബിസിനസ് മേഖലയിലുള്ള വളർച്ച, കലാ, കായിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നേടിയെടുക്കുന്ന വലിയ നേട്ടങ്ങൾ, ബഹുമാനാർഹമായിരിക്കുന്ന അവസ്ഥകൾ, ഇതെല്ലാം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഭാഗ്യമാണ്. സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വലിയ ഭാഗ്യദായകമായ അനുഭവങ്ങളാണിതൊക്കെ. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യദായകമായ നിമിഷമാണ് സൂര്യൻ്റേതായിരിക്കുന്ന ഈ ചിങ്ങം രാശി സംക്രമണം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദമാണ്. സൂര്യൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രത്തിൽ ആദിത്യൻ പ്രവേശിക്കുന്നത് ഇരട്ടി ശക്തി നൽകുന്നതായിരിക്കുന്ന അവസ്ഥയാണ് സംജാതമാകുന്നത്. അതായത് കരിയറിലൊക്കെ വലിയ മുന്നേറ്റമുണ്ടാകും, വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വലിയ ഉയർച്ചയുണ്ടാകും. അതുപോലെ തന്നെ യുവതീ യുവാക്കൾക്ക് തൊഴിൽപരമായിരിക്കുന്ന പ്രവൃത്തിയിൽ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയും. വിദ്യാഭ്യാസ കാര്യത്തിൽ ടെക്നോളജിക്കൽ വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുവാനുള്ള വലിയ ഭാഗ്യം ഇതിലൂടെ സംജാതമാകും. വിദേശ രാജ്യത്തിലൊക്കെ വലിയ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക്, വലിയ ജോലി എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളമുള്ള, വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വലിയ ജോലികൾക്ക് സാധ്യത ഉണ്ടാകുന്ന ഒരു സമയമാണിത്. തീർച്ചയായും അതിനുവേണ്ടിയൊക്കെ ശ്രമിച്ചു കൊള്ളുക. ലോട്ടറി ഭാഗ്യത്തിലൂടെ വലിയ തുകകൾ കൈവന്നു ചേരാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ നിന്നും ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും മുടക്കമില്ലാതെ ലഭിക്കുവാനുള്ള സമയവും വന്നു ചേർന്നിരിക്കുന്നു. മുടങ്ങി കിടന്ന പദ്ധതികൾ പലതും പൂർത്തീകരിക്കുവാനുള്ള സമയവുമാണ് ഇത്. കുടുംബത്തിൽ ഉന്നത പദവി, അതുപോലെ തന്നെ ശാന്തി, സമാധാനം തുടങ്ങിയവ വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. കുടുംബത്തിൽ ഉന്നത പദവി എന്ന് പറഞ്ഞത് മക്കൾക്കോ നമ്മളുമായി അല്ലെങ്കിൽ ഈ നക്ഷത്ര ജാതരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കോ ഉന്നത പദവിയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഈ നക്ഷത്ര ജാതരിലും ആ ഉന്നത പദവിക്കൊക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾക്ക് സൂര്യൻ്റെ ചിങ്ങരാശി സംക്രമണത്തിൻ്റെ ഫലമായി പഠനത്തിലും അതുപോലെ തന്നെ
പഠനപരമായ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും മേൽക്കോയ്മയുണ്ടാകും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ സ്വന്തം നക്ഷത്ര കുടുംബത്തിൽപ്പെട്ട നക്ഷത്രമാണല്ലോ കാർത്തിക. കാർത്തികക്കാർക്ക് ധനപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. അതുപോലെ തന്നെ പഠനപരമായ മേഖലയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനപരമായ അനുഗ്രഹമുണ്ടാകും. യുവതീ യുവാക്കൾക്ക് തൊഴിൽ ഭാഗ്യം വന്നുചേരും. അതുപോലെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വലിയ വിജയം വന്നുചേരും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള വഴി തുറന്നു കിട്ടും. അതുപോലെ ടെക്നോളജിക്കൽ വിദ്യാഭ്യാസവുമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള സംക്രമണം എന്ന് പറയുന്നതിലൂടെ ധൈര്യവും മനഃശക്തിയും വർദ്ധിക്കുന്ന സമയമാണ്. സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരുടെ സഹായമുണ്ടാകും. പഴയ കാല തടസ്സങ്ങൾ, ഏതെങ്കിലും മേഖലകളിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യത വളരെ ഉണ്ടാകുന്ന സമയമാണ്. ശമ്പളത്തിലൊക്കെയുള്ള വർധനവ് അനുഭവിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. തീർച്ചയായിട്ടും സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള സഞ്ചാരം മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യദായകമായ അനുഭവമാണ് വന്നു ചേരുന്നത്. ലോട്ടറി ഭാഗ്യമൊക്കെ വലിയ തുകകൾ വന്നു ചേരാനുള്ള നല്ല അവസരമാണിത് എന്ന് വിചാരിച്ച് വളരെ കൂടുതലൊന്നും വാരിക്കോരി എടുക്കരുത്. 1-2 എടുക്കുക. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ എടുക്കുന്ന ലോട്ടറിക്കൊക്കെ ഭാഗ്യമുണ്ടാകുമെന്നാണ് കാണുന്നത്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവം അഥവാ ഭാഗ്യഭാവത്തിലാണ് സൂര്യൻ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. ആയതുകൊണ്ട് തന്നെ തൊടുന്നതെന്തും വലിയ ഭാഗ്യമായി മാറ്റുവാൻ കഴിയുന്ന നക്ഷത്രജാതരാണ് വിശാഖം നക്ഷത്രക്കാർ. വ്യാപാര മേഖലയിലെ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, ബിസിനസ് മേഖലയിലെ വലിയ വളർച്ച, പുതിയ ബ്രാഞ്ചുകൾ സ്ഥാപിക്കുവാനുള്ള ഭാഗ്യം, വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെ വളരെ മാറ്റമുണ്ടാകുന്ന തരത്തിൽ ഉയർച്ച, സ്കോളർഷിപ്പോടു കൂടിയുള്ള പഠനം തുടങ്ങിയവയ്ക്ക് ഭാഗ്യമുണ്ടാകുന്നു. യുവതി യുവാക്കൾക്ക് ആഗ്രഹിക്കുന്ന മേഖലയിൽ തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സമയം തീർച്ചയായിട്ടും അനുകൂലമായി വന്നിരിക്കുന്നതാണ് കാണുന്നത്. സൂര്യൻ്റേതായിരിക്കുന്ന സഞ്ചാരം സ്വരാശി വ്യവസ്ഥയിലാകുന്ന ചിങ്ങം രാശിയിലേക്ക് വന്നു ചേരുന്ന ഈ അവസരത്തിൽ പൂർണ്ണമായ ഭാഗ്യമാണ് ഇപ്പറഞ്ഞ നക്ഷത്രജാതർക്കൊക്കെ വന്നു ചേരുന്നത്. അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് സൂര്യൻ്റേതായിരിക്കുന്ന ചിങ്ങം രാശി സംക്രമണം നടക്കുന്നത്. ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നുയർന്നു പോകുന്നതിന് വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹമുണ്ടാകും. അതുപോലെ തന്നെ യുവതീ യുവാക്കൾക്ക് തൊഴിൽപരമായ പുരോഗമനം ഉറപ്പായും ഉണ്ടാകും. വരുന്ന 90 ദിവസങ്ങൾക്കുള്ളിൽ വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് വന്നുചേരും. അതുപോലെ തന്നെ മൂലം നക്ഷത്ര ജാതരുടെ കുടുംബത്തിൽ മംഗളകരമായ ധാരാളം അനുഭവങ്ങൾ വന്നുചേരും. പിതാവ് വഴി സ്വത്തോ അതുപോലെ തന്നെ ധന സമ്പാദന വ്യവസ്ഥകളോ കൈവന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അടുത്തത് ചതയം നക്ഷത്ര ജാതരാണ്. പ്രബലമായ കേന്ദ്ര ത്രികോണ സ്ഥാനങ്ങളിലെ മാറ്റം ചതയം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെതായ അനുഭവങ്ങൾ ഉദിക്കുന്ന സമയമാണ്. സൂര്യൻ്റെ ചിങ്ങം രാശി പ്രവേശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചതയം നക്ഷത്ര ജാതർക്ക് ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ വന്നു ചേരും. പങ്കാളിത്ത ബിസിനസ്സിലൂടെ വലിയ ലാഭം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാകും. വലിയ കടബാധ്യതകളൊക്കെ നിലനിന്നിരുന്ന ചതയം നക്ഷത്ര ജാതർക്ക് ബാധ്യതകൾ മാറി സ്വതന്ത്രമായ ജീവിതത്തിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. സമൂഹത്തിൽ മാന്യതയും പദവിയും ഒക്കെ വന്നു ചേരുന്നതിനുള്ള ഭാഗ്യം വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളതയും വളരെ ആഹ്ലാദവുമൊക്കെ അനുഭവിക്കുവാൻ കഴിയുന്ന സമയമാണ്. ചതയം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ചിങ്ങം രാശി സംക്രമണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ഭാഗ്യം. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചതയം നക്ഷത്ര ജാതർക്ക് വലിയ സാമ്പത്തിക മേന്മ അനുഭവിക്കുന്ന തരത്തിൽ ലോട്ടറിയൊക്കെ വന്നു ചേരുന്നു. നറുക്കെടുപ്പിലൂടെ പുതിയ പുതിയ സമ്മാനങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ഭാഗ്യവും, അതായത് ചിങ്ങം രാശി വ്യവസ്ഥയിലേക്ക് സൂര്യൻ്റെ വരവ് ഇപ്പറഞ്ഞ നക്ഷത്ര ജാതരിൽ മുതിർന്നവരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കുന്നതിന് ഭാഗ്യമാകും. തീർപ്പാക്കാതെ കിടന്നിരുന്ന സർക്കാർ ഫയലുകളിൽ തീർപ്പ് കണ്ടെത്താനാകും.
ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിലിരിക്കുന്നവർക്ക് പ്രൊമോഷൻ തുടങ്ങിയവയൊക്കെ വന്നു ചേരാനുള്ള എല്ലാ ഭാഗ്യവും സൂര്യൻ്റെ ചിങ്ങം രാശി വ്യവസ്ഥയിലേക്കുള്ള വരവോടുകൂടി ലഭിക്കും. എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.